ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ ബാങ്കിങ് സബ്ജക്റ്റിലുള്ള ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്സിനും അതുപോലെ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ് എന്ന് പറയുന്നത്. വാട്ട് ആർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ്? അപ്പോൾ അത് 3 മാർക്സിനും 5 മാർക്സിനുമായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാവരും പഠിക്കണം. സോ നമുക്ക് എന്താണ് ലോൺസ്, എന്താണ് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടൊന്ന് പറയാം. ലെൻഡിങ് ഓഫ് മണി ടു ട്രേഡേഴ്സ്, ബിസിനസ്മാൻ, ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് അതർ നീഡി പീപ്പിൾ കോൺസ്റ്റിറ്റ്യൂട്ട് വൺ ഓഫ് ദ മെയിൻ ഫങ്ഷൻ ഓഫ് ബാങ്കിങ് കമ്പനി. ഒരു ബാങ്കിങ് കമ്പനീൻ്റെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ഫങ്ഷനാണ് ട്രേഡേഴ്സിനും അതുപോലെ ബിസിനസ്മാനും ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെങ്കിൽ അതർ നീഡി പീപ്പിളിന് മണി കൊടുക്കുക എന്നുള്ളത്, മണി ലെൻഡ് ചെയ്യുക എന്നുള്ളത്. Major portion of the resources of modern banks are employed for granting loans and advances. അപ്പോൾ മോഡേൺ ബാങ്ക്സിൻ്റെ മെജോറിറ്റി ഓഫ് ദി റിസോഴ്സസും അവരുടെ ലോൺസും അഡ്വാൻസസും സെയിം തന്നെയാണ്. അത് ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. Like every other business activity, banks are also working to earn profit, and the bulk of their income is derived from the interest on these loans and advances. മോസ്റ്റ് ഓഫ് ദി ബിസിനസ്, എല്ലാ ബിസിനസ്സും എന്തിനാണ്? പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ബാങ്കിങ് ബിസിനസ്സും അല്ലെങ്കിൽ ബാങ്കിങ് കമ്പനീസും അവർക്കും പ്രോഫിറ്റ് ഏൺ ചെയ്യണം. അപ്പോൾ അവരുടെ പ്രോഫിറ്റ് എങ്ങനെയാണ്? ഈ പറയുന്ന ലോൺസും അഡ്വാൻസസും നമ്മൾ ബാങ്ക് ഗ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റ് അവർ തരണം. അതായത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇൻട്രസ്റ്റ് വാങ്ങും. അപ്പോൾ അങ്ങനെയാണ് ഈ ബാങ്ക്സ് ഇൻകം കണ്ടെത്തുന്നത്. When the banks grant loans and advances, they are facing the risk of repayment. അപ്പോൾ ബാങ്ക്സ് ജസ്റ്റ് അവർ മണി ലെൻഡ് ചെയ്യാൻ മാത്രമല്ല, അവർ ആ പൈസ കസ്റ്റമേഴ്സ് തിരിച്ചടക്കും എന്നുള്ള ആ റീപേയ്മെൻറ്റ് റിസ്ക്കും അവിടെ നിലനിൽക്കുന്നുണ്ട്. Therefore, the bankers should be very cautious while developing the policy regarding lending of fund. അപ്പോൾ ഫണ്ട്സ് ലെൻഡ് ചെയ്യുന്ന സമയത്ത് ബാങ്ക്സ് വളരെ കോഷ്യസ് ആയിരിക്കണം, വളരെ സൂക്ഷിക്കണം. അതായത് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ബിഹേവിയർ പോലെയായിരിക്കും അവർ റീപേയ്മെൻറ്റ് ചെയ്യുക. ബിഹേവിയർ മാത്രമല്ല, അവരുടെ റീപേയിങ് കപ്പാസിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, ലോണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Banker is essentially a dealer in money belonging to others, and he is required to repay it after some time with interest. അപ്പോൾ ബാങ്ക് എസെൻഷ്യലി ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണ്? അവരെങ്ങനെയാണ് മണി ലെൻഡ് ചെയ്യുന്നത്? ഡെപ്പോസിറ്റേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്ത മണിയാണ് പിന്നീട് അവർ ലെൻഡേഴ്സിന് ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് ഇൻട്രസ്റ്റ് ബാങ്ക് കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രസ്റ്റൊക്കെ റീപേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് ഡെപ്പോസിറ്റർ അത് ഡെപ്പോസിറ്റ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വിഡ്രോ ചെയ്യുമല്ലോ. അപ്പോൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റോടെ ബാങ്ക് റീപേ ചെയ്യണം. അപ്പോൾ എപ്പോഴാണ് കസ്റ്റമർ ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ ആ ക്യാഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബാങ്ക് മറ്റുള്ളവർക്ക് ലെൻഡ് ചെയ്യുന്നത്. സോ ആ ലെൻഡ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവരുടെ ക്യാഷ് യൂസ് ചെയ്തിട്ടാണ് ബാങ്ക് ലെൻഡ് ചെയ്യുന്നത്. അപ്പോൾ സർട്ടൻ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മാത്രമേ ബാങ്ക് ഇതേപോലെ ലെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ് എന്ന് പറയുന്ന ഭാഗം, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. Traditionally, banks have been following 3 cardinal principles of lending, namely safety, liquidity and profitability. Mainly 3 type of പ്രിൻസിപ്പിൾസ് ആണ് എസെൻഷ്യലായിട്ട് നോക്കേണ്ടത്. അതിന് പുറമെ 2-3 പ്രിൻസിപ്പിൾസും കൂടിയുണ്ട്. പക്ഷേ മെയിനായിട്ട് സേഫ്റ്റി, ലിക്വിഡിറ്റി, പ്രോഫിറ്റബിലിറ്റി ആണ് ഇമ്പോർട്ടൻറ്റ്. ബാങ്ക്സ് ഇൻ ഇന്ത്യ ആർ ഓൾസോ റിക്വയർഡ് ടു ഒബ്സർവ് സർട്ടൻ അഡീഷണൽ പ്രിൻസിപ്പിൾസ്. ദ മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ് ആർ ഗിവൺ ബിലോ. ഇനി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ് എന്നുള്ളതാണ്. The main principles of sound lending are given below. First one is safety. The main business of banking is mobilizing fund from depositors through various types of deposits and lending such deposits to needy borrowers in the form of loans and advances. അപ്പോൾ ബാങ്കിങ്ങിൻ്റെ മെയിനായിട്ടുള്ള മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഫണ്ട് മൊബൈലൈസ് ചെയ്യുക ത്രൂ വേരിയസ് ഡെപ്പോസിറ്റ്. അതായത് സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ്, അങ്ങനെ കുറേ ഡെപ്പോസിറ്റ്സ് ബാങ്ക്സ് ഡെപ്പോസിറ്റേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡെപ്പോസിറ്റേഴ്സ് അത് യൂസ് ചെയ്തിട്ട് അവരുടെ പൈസ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ആ മണി യൂസ് ചെയ്തിട്ട് ലെൻഡ് ചെയ്യും ബോറോവേഴ്സിന്.
ലോൺസും അഡ്വാൻസസിൻ്റെ രൂപത്തിൽ. എ ബാങ്കർ ഈസ് യൂട്ടിലൈസിങ് അതേഴ്സ് മണി ടു ഗ്രാൻഡ് ലോൺസ് ആൻഡ് ഹെൻസ് ദ സേഫ്റ്റി ഓഫ് സച്ച് ഫണ്ട് ഷുഡ് ബി എൻഷ്യൂർഡ്. അപ്പോൾ ബാങ്കർ മറ്റുള്ളവരുടെ, അതായത് ഡെപ്പോസിറ്റേഴ്സിൻ്റെ മണിയാണ് ലോൺസ് ഗ്രാൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഹെൻസ് സേഫ്റ്റി, അതിൻ്റെ സേഫ്റ്റി എൻഷ്യൂർ ചെയ്യേണ്ടതും ബാങ്കാണ്. അതർവൈസ് ദ ബാങ്കേഴ്സ് വിൽ നോട്ട് ബി ഇൻ എ പൊസിഷൻ ടു റീപേ ദ ഡെപ്പോസിറ്റ് ആൻഡ് ദാറ്റ് മേ ഫൈനലി ലീഡ് ടു ദി ലോസ് ഓഫ് കോൺഫിഡൻസ് ഓഫ് ഡെപ്പോസിറ്റേഴ്സ്. അപ്പോൾ ബാങ്ക് ഇങ്ങനെ റീപേ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തുകയാണെങ്കിൽ, അതായത് ഡെപ്പോസിറ്റർ ഏത് സമയം വേണമെങ്കിലും ബാങ്കിൽ നിന്ന് ആ മണി, ഡെപ്പോസിറ്റ് ചെയ്ത മണി വിഡ്രോ ചെയ്യും. അപ്പോൾ വിഡ്രോ ചെയ്യുന്ന സമയത്ത് ബാങ്കിന് അത് പൈസ കൊടുക്കാനില്ലാത്ത അവസ്ഥയാണെങ്കിൽ ബാങ്കിൻ്റെ മേലെയുള്ള ആ ഡെപ്പോസിറ്ററിൻ്റെ കോൺഫിഡൻസ് ഇല്ലാതാവും. സേഫ്റ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദി സെക്യൂരിറ്റി ഓഫേർഡ് ബൈ ദി ബോറോവർ ആൻഡ് ദെയർ കപ്പാസിറ്റി ഓഫ് വില്ലിങ്നെസ് ടു റീപേ. അപ്പോൾ സേഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു ടേം ഡിപ്പെൻഡ് ചെയ്യുന്നത് മെയിൻലി ആ പറയുന്ന ബോറോവറിൻ്റെ കയ്യിലാണ്. ബോറോവർ സെക്യൂരിറ്റി ഓഫേർഡ് ബൈ ദി ബോറോവർ ആൻഡ് ദെയർ കപ്പാസിറ്റി ആൻഡ് വില്ലിങ്നെസ് ടു പേ. അതായത് ഏതെങ്കിലും ഒരു സെക്യൂരിറ്റി മീൻസ് ലാൻഡോ ബിൽഡിങ്ങോ അങ്ങനെ ഏതെങ്കിലും ഒരു അസറ്റിൻ്റെ മേലെ ആയിരിക്കും ചിലപ്പോൾ ലോൺ എടുക്കുന്നത്. അപ്പോൾ ആ ലോണിൻ്റെ ബേസിൽ ആ സെക്യൂരിറ്റീൻ്റെ ബേസിലാവാൻ ചിലപ്പോൾ സേഫ്റ്റി അല്ലെങ്കിൽ കപ്പാസിറ്റി, ആ ഒരു ബോറോവർക്ക് തിരിച്ചടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതിൻ്റെ, അതുപോലെ റീപേ ചെയ്യാനുള്ള വില്ലിങ്നെസ്, ഇതൊക്കെയാണ് സേഫ്റ്റിയിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. So the banker should ensure that the securities offered by the borrower are adequate and readily realizable. അപ്പോൾ ബാങ്കർ എന്താ ചെയ്യേണ്ടത്, ഈ പറയുന്ന ബോറോവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി മീൻസ് ലാൻഡോ ബിൽഡിങ്ങോ മെഷീനറിയോ ഏത് അസറ്റ് ആയിക്കോട്ടെ, ആ ലോൺ എടുക്കാൻ വേണ്ടി സഹായിച്ചിട്ടുള്ള സെക്യൂരിറ്റി ഏതാണ്, അത് ആഡിക്വേറ്റ് ആണോ, അത് റെഡിലി റിയലൈസബിൾ, അതായത് റെഡിലി നമുക്കത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതൊക്കെ ചെക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ബാങ്കിൽ നിന്ന് ലോണ് ഈ ബോറോവർക്ക് കൊടുക്കുള്ളൂ. ക്യാരക്ടർ ഓഫ് എ ബോറോവർ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ദാറ്റ് ഡിറ്റർമൈൻസ് ഹിസ് വില്ലിങ്നെസ് ടു പേ. അപ്പോൾ ബോറോവറിൻ്റെ ക്യാരക്ടറും ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വില്ലിങ്നെസ് ടു റീപേയ്മെൻ്റ് ആണ് ആ സേഫ്റ്റീനെ വിലയിരുത്തുന്നത്. സോ ഇതാണ് സേഫ്റ്റി എന്ന് പറയുന്ന ആ ഒരു പോയിന്റിൽ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ലിക്വിഡിറ്റി ആണ്. Liquidity refers to the ability of an asset to convert into cash within a short period of time. Liquidity എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അസറ്റ്, അതിൻ്റെ എബിലിറ്റി അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അതായത് ഈസിലി അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അസറ്റിൻ്റെ എബിലിറ്റിയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്, ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിനുള്ളിൽ. മേജർ പോർഷൻ ഓഫ് ബാങ്ക് ഡെപ്പോസിറ്റ് ഇസ് റീപേബിൾ ഓൺ ഡിമാൻഡ് ഓർ അറ്റ് എ ഷോർട്ട് നോട്ടീസ്. അപ്പോൾ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ്സൊക്കെ മേജർ പോർഷനും എന്താണ്, ഡിമാൻഡ് ഓർ ഷോർട്ട് നോട്ടീസ്, അതായത് റീപേബിൾ ആണ്, അല്ലെ ഹി മസ്റ്റ് എൻഷുർ ലിക്വിഡിറ്റി വിലയിന്. അപ്പോൾ അവർ ലോൺ വെച്ചിട്ട് സെക്യൂരിറ്റി വെച്ചിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് അവർ വെക്കുന്ന സെക്യൂരിറ്റി അത്രത്തോളം ലിക്വിഡ് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. To enable the banker to repay the money of depositors in time, the banker should also give the fund in liquid state. അപ്പോൾ അതുമാത്രമല്ല, ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത ഡെപ്പോസിറ്റേഴ്സ് ഇല്ലേ, അവർ ഏത് സമയം വേണമെങ്കിലും അവർ എന്ത് ചെയ്യാം, ക്യാഷ് വിഡ്രോ ചെയ്യാം. അപ്പോഴും നമ്മുടെ ബാങ്കിൽ ലിക്വിഡ് ക്യാഷ് വേണമെന്നാണ് പറയുന്നത്. Money advanced for long term loans such as land, building, machinery, etc. cannot be easily converted into cash. അപ്പോൾ ലോങ് ടേം ലോൺസിന് വേണ്ടിയിട്ടുള്ള ലാൻഡ്, ബിൽഡിങ്, മെഷീനറി അതൊന്നും നമുക്ക് ഈസിലി ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്ന ടേം പറയുന്നത്. അതായത് ഒരു അസറ്റിൻ്റെ എബിലിറ്റി, അതായത് അത് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു, അതായത് എത്രയും ഷോർട്ട് പീരീഡിൽ നമുക്ക് ക്യാഷിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു എബിലിറ്റിയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ലിക്വിഡിറ്റി ലെൻഡ് ചെയ്യുന്ന സമയത്ത്, സെക്യൂരിറ്റി വെച്ചിട്ട് ലെൻഡ് ചെയ്യുന്ന സമയത്ത് ആ സെക്യൂരിറ്റി എത്രത്തോളം ലിക്വിഡാണ്, അതുപോലെ ബാങ്കിൽ എപ്പോഴും ക്യാഷ് ലിക്വിഡ് സ്റ്റേറ്റിൽ വേണം. അതായത് ഡെപ്പോസിറ്റേഴ്സ് ഏത് സമയം വേണമെങ്കിലും റീപേയ്മെൻറ്റ് ആവശ്യപ്പെടാം, അതായത് അവരുടെ ക്യാഷ് വിഡ്രോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബാങ്കിൽ അത്രത്തോളം ക്യാഷ് ഉണ്ടാവണം, ലിക്വിഡ് സ്റ്റേറ്റിൽ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് പ്രോഫിറ്റബിലിറ്റി. A commercial bank is essentially a profit-making organization. Even nationalized banks are no exemption to this role. അപ്പോൾ കമേഴ്ഷ്യൽ ബാങ്ക് എസെൻഷ്യലി അവർ വർക്ക് ചെയ്യുന്നത്, എസെൻഷ്യലി അവർ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ആണ്.
The resources of banks should be employed in such a way that they will bring reasonable amount of profit. ബാങ്കിൽ യൂസ് ചെയ്യുന്ന റിസോഴ്സസ് എന്തായിരിക്കണം, റീസണബിൾ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് നമുക്ക് തരും എന്നുള്ള ഒരു വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മൾ ആ ബാങ്കിലുള്ള റിസോഴ്സസ് എംപ്ലോയ് ചെയ്യുന്നത്. Profit is essential to pay interest on deposit, salary to staff, to meet other establishment charges and to pay dividend to shareholders. പ്രോഫിറ്റ് നമ്മൾ ബാങ്കിൽ എസെൻഷ്യൽ ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ, ഡെപ്പോസിറ്റിൻ്റെ മേലുള്ള ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ, അതുപോലെ സ്റ്റാഫിന് സാലറി കൊടുക്കാൻ, പിന്നെ അതർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് ഒക്കെ മീറ്റ് ചെയ്യാനും ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് പേ ചെയ്യാനൊക്കെയാണ് നമ്മൾ ബാങ്കിലുള്ള പ്രോഫിറ്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്. The main source of profit of bank comes from the difference between the lending and borrowing rate. അപ്പോൾ ലെൻഡ് ചെയ്യുന്ന റേറ്റും ബോറോ ചെയ്യുന്ന റേറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ബാങ്കിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. At the same time, undue importance should not be given to profit, and for the sake of profit, safety and liquidity cannot be sacrificed. അപ്പോൾ at the same time പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമുക്കൊരിക്കലും സേഫ്റ്റിയും ലിക്വിഡിറ്റിയും സാക്രിഫൈസ് ചെയ്യാൻ പറ്റില്ല. കാരണം സേഫ്റ്റിയും ലിക്വിഡിറ്റിയും സാക്രിഫൈസ് ചെയ്ത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടാണ് ബാങ്ക് പ്രവർത്തിക്കുന്നതെങ്കിൽ ഒരിക്കലും ബാങ്കിന് നല്ല ഒരു റെപ്യൂട്ടേഷൻ കിട്ടില്ല അല്ല. പ്രോഫിറ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ ഒരിക്കലും ബാങ്കിന് അത്രയും കസ്റ്റമേഴ്സ് ഉണ്ടാവില്ല. കാരണം സേഫ്റ്റിയും പ്രൊവൈഡ് ചെയ്യണം, ലിക്വിഡിറ്റിയും പ്രൊവൈഡ് ചെയ്യണം. എന്താ പറയുന്നത്, പ്രോഫിറ്റിൻ്റെ സേക്കിന് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മൾ സേഫ്റ്റിയും ലിക്വിഡിറ്റിയും സാക്രിഫൈസ് ചെയ്യില്ല എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് പർപ്പസ്. The banker should enquire the purpose of loan from the borrower. ബാങ്കർ എന്തായാലും എന്തിനാണ് ലോൺ എടുക്കുന്നുള്ള പർപ്പസ് എൻക്വയറി ചെയ്യണം. The banker should grant loans only for productive purpose. പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി മാത്രമേ ബാങ്ക് ലോണ് പ്രൊവൈഡ് ചെയ്യൂ. Then only the banker can recover the loan from borrowers easily. അപ്പോൾ മാത്രമേ ബാങ്കിൽ ആ കസ്റ്റമർക്ക്, അതായത് ബോറോവർക്ക് ആ മണി ഈസിലി റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് റീപേയ്മെൻറ്റ് നടത്തും. ഓൺ ദ അതർ ഹാൻഡ്, if the advances are granted for unproductive and risky purpose, the chance of failures are more and consequently the banker is not sure of getting back the money. അപ്പോൾ പ്രൊഡക്റ്റീവ് അല്ലാത്ത, അതായത് റിസ്കി ആയിട്ടുള്ള പർപ്പസിന് വേണ്ടിയിട്ടാണ് ബാങ്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ അത് ഫെയിലിയർ ആവാം. അപ്പോൾ ഫെയിലിയറിൻ്റെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ മണി തിരിച്ചു കിട്ടാനുള്ള, ആ ബാങ്ക് ലെൻഡ് ചെയ്ത മണി കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അതുകൊണ്ടാണ് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നതെന്നുള്ള ആ ഒരു എൻക്വയറി ബാങ്കർ നടത്തുന്നത്. നെക്സ്റ്റ് വണ്ണാണ് സെക്യൂരിറ്റി. Customers may offer different kind of security such as goods, land, building, etc. കസ്റ്റമേഴ്സ് ലോണ് കിട്ടാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് സെക്യൂരിറ്റീസ് ആയിട്ട് ഡീൽ ചെയ്യും. അതായത് ഗുഡ്സ്, ലാൻഡ്, ബിൽഡിംഗ് എക്സെട്ര. The securities are treated as sort of insurance given by the borrowers to the bank. അപ്പോൾ ബോറോവേഴ്സ് ബാങ്കിന് കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് പോലെയാണ് ഈ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. അതായത് ആ സെക്യൂരിറ്റി വെച്ചിട്ടായിരിക്കും അവർ ലോൺ എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത് സെക്യൂരിറ്റി എന്തിനാണ് ബാങ്കിൽ വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അഥവാ ഈ പറയുന്ന ബോറോവർ ക്യാഷ് റീപേ ചെയ്യാൻ വേണ്ടി ഫെയിലിയർ അല്ലെങ്കിൽ ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ ആ സെക്യൂരിറ്റി ബാങ്കിന് സ്വന്തമാണ്. ആ ബാങ്കിന് അത് ഡിസ്പോസ് ചെയ്യാം. അതായത് ഇവിടെ പറയുന്നത് ഇറ്റ് ഇസ് എ ഡ്യൂട്ടി ഓഫ് ദ ബാങ്കർ ടു എൻഷുർ ദാറ്റ് ദ സെക്യൂരിറ്റി ആർ ആഡിക്വേറ്റ്. അത് മാത്രമല്ല, ഈ പറയുന്ന സെക്യൂരിറ്റി ആഡിക്വേറ്റ് ആണോ, ശരിക്കും അത് ഉണ്ടോ, അതുപോലെ അത് മാർക്കറ്റബിൾ ആണോ, ആൻഡ് ഫ്രീ ഫ്രം എൻകംബ്രൻസസ് ആണോ, അതായത് ഫ്രീ ഫ്രം ഡിഫക്ട്സ് ആണോ. നെക്സ്റ്റ് വണ്ണാണ് റീപേയിങ് കപ്പാസിറ്റി. ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് ലെൻഡിങ് ബിഫോർ granting loans. The repaying capacity of the borrower should be considered. അപ്പം ആ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ആളുടെ, അതായത് ബോറോവറുടെ റീപേയിങ് കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ബാങ്ക് കൺസിഡർ ചെയ്യണം. ദ റീപേയിങ് കപ്പാസിറ്റി ഡിപ്പെൻഡ്സ് ഓൺ ദി ടാഞ്ചിബിൾ അസറ്റ്സ് ഓൺഡ് ബൈ ദ ബോറോവർ ആൻഡ് ദി സക്സസ് ഓഫ് ഹിസ് ബിസിനസ്. അവരുടെ ബിസിനസ്സിൻ്റെ സക്സസ്സും അതുപോലെ ആ ബോറോവർക്ക് എത്രത്തോളം ടാഞ്ചിബിൾ അസറ്റ്സ് ഉണ്ട് എന്നുള്ളതിൻ്റെ ചെക്ക് ചെയ്യുക. അതാണ് അവരുടെ റീപേയിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. If the borrower is successful in his business, he can earn profit and repay the loan without any default. അപ്പോൾ അയാളുടെ ലോൺ എടുക്കുന്ന ആളുടെ ബിസിനസ് സക്സസ്ഫുൾ ആണെങ്കിൽ ബാങ്കിനൊന്നും നോക്കണ്ട, റീപേയിങ് കപ്പാസിറ്റി ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അയാൾക്ക് പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് അയാൾ എന്ത് ചെയ്യും, ആ ലോണ് റീപേ ചെയ്യുന്നുള്ള ആ ഒരു കൺസിഡറേഷൻ. നെക്സ്റ്റ്, ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ലോൺസ് എന്ന് പറയുന്നത് ബാങ്കർ ഷുഡ് ട്രൈ ടു ഡൈവേഴ്സിഫൈ ദ ലോൺസ്
സോ ആസ് ടു മിനിമൈസ് റിസ്ക് ഇൻ ലെൻഡിങ്. അപ്പോൾ ബാങ്ക് ഒരു പെർട്ടിക്കുലർ ആൾക്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിക്ക് ഒരു പെർട്ടിക്കുലർ റീജിയനിലുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിട്ട് ലോൺസ് പ്രൊവൈഡ് ചെയ്യരുതല്ലേ. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇതിന് ലെൻഡ് ചെയ്യുന്ന സമയത്ത് റിസ്ക് കൂടുതലായിരിക്കും. അതായത് ഒരു ഇൻഡിവിജ്വൽ അന്ന് മാത്രം ഒരാൾക്ക് മാത്രം എന്നല്ല, ഒരു പെർട്ടിക്കുലർ സെക്ഷന് മാത്രമാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവരൊന്നും റീപേ ചെയ്തില്ല എങ്കിൽ എല്ലാം റിസ്ക് ബാങ്കിന് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും, അതായത് ബാങ്കർ ഷുഡ് ഡൈവേഴ്സിഫൈ ദ ലോൺസ് ഓവർ എ ലാർജ് നമ്പർ ഓഫ് ബോറോവേഴ്സ് സോ ദാറ്റ് ഹി വിൽ ബി ഏബിൾ ടു സ്പ്രെഡ് ഹിസ് റിസ്ക് കണക്റ്റഡ് വിത്ത് ലെൻഡിങ്. അപ്പോൾ എല്ലാവർക്കും ബാങ്ക്സ് ലോണ് പ്രൊവൈഡ് ചെയ്യും. എല്ലാവർക്കും മീൻസ് അവരുടെ ഈ പറയുന്ന പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരാളാണെങ്കിൽ എല്ലാ ബോറോവേഴ്സ്, ലാർജ് നമ്പർ ഓഫ് ബോറോവേഴ്സിന് നമ്മൾ ബാങ്ക് ലോൺസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്, ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദി റിസ്ക് ഓഫ് റീപേയ്മെൻറ്റ്. നെക്സ്റ്റ് പറയുന്നത് പബ്ലിക് ആൻഡ് നാഷണൽ ഇൻട്രസ്റ്റ്. ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലേ എ വൈറ്റൽ റോൾ ഇൻ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി. ദെയർഫോർ എ ബാങ്കർ ഷുഡ് ഡിസൈൻ ഹിസ് ലെൻഡിങ് പോളിസി ടു സ്യൂട്ട് ദ ഇൻട്രസ്റ്റ് ഓഫ് നേഷൻ. അപ്പോൾ നേഷൻ്റെ ഇൻട്രസ്റ്റിന് സ്യൂട്ട് ചെയ്യുന്ന പോളിസീസ് അതുപോലെ പ്രിൻസിപ്പിൾസ് ഒക്കെയാണ് ബാങ്ക് ഫോളോ ചെയ്യേണ്ടത്. ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദ കൺട്രി പ്രയോറിറ്റി ഇൻ ലെൻഡിങ് ഷുഡ് ബി ഗിവൺ ടു ബാക്ക്വേർഡ് ഏരിയാസ്. അപ്പോൾ ഇവിടെ പറയുന്നത് ബാക്ക്വേർഡ് ഏരിയാസിന് കൂടുതൽ ലെൻഡിങ് പ്രയോറിറ്റി കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ മേജർ പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് ലെൻഡിങ്.